ഏറെ ചരിത്ര പ്രാധാന്യമുള്ള മട്ടാഞ്ചേരിയിലെ ജൂ ടൗണിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. പുരാവസ്തു വിൽപ്പനയിലെ പുതിയ പ്രവണതകൾ എന്തെല്ലാം, അതോടൊപ്പം തന്നെ എത്രത്തോളം പഴക്കമുള്ള വസ്തുക്കളാണ് വിൽക്കുന്നത്, ഇവയൊക്കെ തന്നെ നമുക്ക് വ്യാപാരികളോട് ചോദിക്കാം. കഴിഞ്ഞ 30 വർഷമായിട്ട് പുരാവസ്തു ഫീൽഡിലുണ്ട്. എന്താണ് പുതിയൊരു ട്രെൻഡ്? പുരാവസ്തുവിനോടുള്ള ഭയങ്കരമായ പുരാവസ്തുള്ള കമ്പൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പുതിയ സാധനങ്ങൾ ഭംഗിയുള്ളതാണെങ്കിൽ ആൾക്കാർ കുറച്ച് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അതിനോടാണ്. പഴമയുടെ ലുക്കൊക്കെ വേണം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പഴയത് ഒരുപാട് പഴയത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. തദ്ദേശീയരാണോ അത് വിദേശീയരാണോ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്? വിദേശികൾ ഇപ്പോൾ ഒരു 10% പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ നാട്ടുകാർക്ക് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ, ഇന്ത്യൻസ് ആണ് കൂടുതൽ ട്രെൻഡ്. ഈ രൂപങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ കാണാത്തതാണ് അല്ലേ? ഇത് കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുണ്ട്, കർണാടക ഉണ്ട്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നത് എന്താണ്? അത് പാനലുകളൊക്കെ കുറച്ച് ഉണ്ടാവും. പഴയതാണെന്ന് നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിന് സെൻട്രൽ ഗവൺമെൻറ് ഒരു ആർക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവരെ പെർമിഷന് വിധേയമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 100 വർഷത്തിന് മേളിലാണെങ്കിൽ പെർമിഷൻ ഉണ്ടാവില്ല. നമുക്ക് രജിസ്റ്റർ ചെയ്യണം പഴയതാണെങ്കിൽ. എല്ലാ വിവരവും അവരെ കൂടെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അങ്ങനെ പറ്റുള്ളൂ. കോമ്പറ്റീഷനൊന്നുമില്ല. അത് നമ്മളെവിടെയെങ്കിലും പോയിട്ട് നല്ല സാധനമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറ്റുന്ന ഇതൊന്നല്ല. ഇവിടെ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്നൊക്കെ നേരത്തെയൊക്കെ ആളുകൾ മെയിനായിട്ട് ഫർണിച്ചർ പോലുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പം നിന്ന് തീർന്ന് പിന്നാലെ കൂടെ നടക്കുകയാണ്. ഈ സമയത്ത് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ ചെറിയ ബിസിനസ്സിന് വ്യത്യാസമൊക്കെ ഉണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രൂപങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലാം ഡൽഹിയിൽ നിന്ന് വരുന്ന മറ്റേ പുതിയ ഐറ്റംസാണ്. ആൻറ്റിക് ഫിനിഷാണ്. പഴയതൊന്നും അങ്ങനെ ഈ മാർക്കറ്റിൽ കൂട്ടം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം. അത് വിൽക്കണതിന് കുഴപ്പമില്ല. ലൈസൻസ് ആൾക്ക് വിൽക്കാൻ അതിന് കുഴപ്പമില്ല. പുതിയതാണെങ്കിലും അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അത്തരം രൂപങ്ങൾ വിൽപ്പനയുണ്ടല്ലേ? അത് പിന്നെ തീർച്ചയായിട്ടും. ഇത് അത്യാവശ്യം പഴക്കമുള്ള ചീനഭരണി എന്ന് പറയുന്ന സംഭവമാണ്. ഇപ്പോൾ അന്യമെന്ന സാധനമാണിത്. നേരത്തെ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ ഇതുമൊക്കെ ഒരു റയർ സബ്ജക്റ്റാണ്. പഞ്ചമുഖി ഇത് നമ്മളിപ്പോൾ തൽക്കാലം കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആരും വന്നാലും അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വലിയ താല്പര്യം കാണിക്കണം. അപ്പോൾ കുറച്ചൊന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വസ്തുക്കളോടാണ് ആൾക്കാർക്ക് താല്പര്യം. പ്രത്യേകിച്ച് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. ഫോറിനേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ പഴയ ഫിഗറുകൾ, അങ്ങനെ വുഡൻ ഫിഗറുകൾ അവർക്ക് കൈ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെയാണ് കൂടുതലും അവർ നോക്കുന്നത്. പിന്നെ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഫർണിച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിഗറുകൾ, അങ്ങനെ ടെറാക്കോട്ട ഫിഗറുകൾ. ടെമ്പിളുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ, ആൻറ്റിക് അങ്ങനെ ടെമ്പിളായിട്ടുള്ളത് അങ്ങനെ അധികം ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ബ്രോൺസ് പീസുകളാണെങ്കിൽ അധികം നമുക്ക് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനും പറ്റില്ല. അതിന് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള നമുക്കത് പുറത്തേക്ക് അയക്കാൻ പറ്റാറില്ല. തേര് നമുക്ക് പുറത്തേക്ക് അങ്ങനെ ഇതാക്കാറില്ല. കൂടുതലും ഇന്ത്യയിൽ തന്നെ നമ്മൾ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഒരു അറൗണ്ട് ഒരു 100 വർഷത്തൊക്കെ പഴക്കം. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.